they were standing here when you were here. Action need to be taken against you. Yes. You are the culprit. No, I will not go. I will not really know that you are organizing an attack on me. Come here, Delhi, come here. Did you use lathi charge? No, because they are your boss. They can treat me in any manner they like. I will not go from here. Unless you understand. What do you want to say? I won't go back. This is not your problem. I want to go. Why they were standing here when you were here? Action need to be taken against you. Yes. You are the culprit. നമസ്തേ, ഞാൻ ലക്ഷ്മി ഷാജി. ജനം ഡിബേറ്റിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തിന്റെ പ്രഥമ പൗരന് പോലും സുരക്ഷ ഒരുക്കാൻ കഴിയാത്ത വിധം ഗതികെട്ട അവസ്ഥയിലേക്ക് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മാറിക്കഴിഞ്ഞു. സംസ്ഥാന ഗവർണർ സുരക്ഷാ വെല്ലുവിളികൾ നേരിടുന്ന സംസ്ഥാനം ഭരിക്കുന്ന ഇടതുമുന്നണിയുടെ യുവജന സംഘടനയിൽ നിന്നാണ് എന്നുള്ളതാണ് ശ്രദ്ധേയം. ഇടത് വിദ്യാർത്ഥി പ്രസ്ഥാനം നടത്തിയ അക്രമ സമരങ്ങളിൽ ഗവർണർക്ക് നേരിട്ട സുരക്ഷാ വീഴ്ചയും തുടർന്ന് ഗവർണർ തന്നെ വഴിയിലിരുന്ന് പ്രതിഷേധിക്കേണ്ടി വന്ന സാഹചര്യവും പോലീസിനോട് അക്രമം നടത്തിയവർക്കെതിരെ കേസ് ചാർജ് ചെയ്യാനും അതിന്റെ എഫ്ഐആർ കോപ്പി കിട്ടിയ ശേഷമേ ഇവിടെ നിന്ന് പോകൂ എന്ന് ശഠിക്കേണ്ട അസാധാരണ സാഹചര്യമാണ് ഇന്ന് കൊല്ലം നിലമേലുണ്ടായത്. മുൻപും സമാന സാഹചര്യം നമ്മൾ തിരുവനന്തപുരത്തും കോഴിക്കോട്ടും കണ്ടതാണ്. ഇത്തരത്തിൽ സുരക്ഷാ വീഴ്ച വരുത്തുന്നതിൽ സംസ്ഥാന പോലീസിനും പങ്കുണ്ട് എന്ന ഗവർണറുടെ വാദം അതീവ ഗൗരവത്തോടെ കാണേണ്ടതല്ലേ? പോലീസ് സേന എന്നും സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ടതാണെന്നും ഇത്തരത്തിൽ രാഷ്ട്രീയ മേലാളന്മാരുടെ ഇംഗിതത്തിന് വഴങ്ങി കുട്ടിക്കരണം മറിയേണ്ട ഗതിയിലായാൽ അവരുടെ വിശ്വാസ്യത തന്നെ ചോദ്യപ്പെടും എന്നുള്ള സത്യം അവർ തിരിച്ചറിയേണ്ടതല്ലേ? സഹിഷ്ണുതയുടെ വക്താക്കൾ താങ്കളാണെന്ന് സ്വയം അവകാശപ്പെടുന്ന ഇടതുപക്ഷം ഹൃദയപക്ഷം എന്ന് സ്വയം വാഴ്ത്തിപ്പാടുന്ന ഇടത് സർക്കാർ ആശയപരമായി വിമർശനം നടത്തുന്നവർക്ക് നേരെ കാട്ടുന്ന ഈ പരാക്രമങ്ങൾ എന്തിനു വേണ്ടി? ബഹുമാന്യായ ഗവർണറുടെ തന്നെ വാക്കുകൾ കടമെടുത്താൽ സംസ്ഥാന സർക്കാരിന്റെ ഭരണപരാജയം മറയ്ക്കാൻ വേണ്ടി ഇത്തരത്തിൽ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും അത് കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി എന്തെങ്കിലും വലിയ പ്രത്യാഘാതം ഉണ്ടാക്കാനും അതിനുശേഷം ഇരവാദം ഉന്നയിക്കാനുമായി പിണറായി സർക്കാർ പോലീസിനെയും കുറച്ച് അണികളെയും മുൻനിർത്തി നടത്തുന്ന പൊറാട്ട നാടകമാണെന്ന് വേണമോ ഈ സമരാഭാസങ്ങളെ കരുതുവാൻ? പിണറായി സർക്കാരിന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അറിയാതെ ചുടുചോറ് വരുന്നവരായി ഈ വിദ്യാർത്ഥി പ്രസ്ഥാനം അധപതിക്കുന്ന കാഴ്ചയല്ലേ കേരളം കാണുന്നത്? പിണറായി സംസ്ഥാനം ഭരിക്കുമ്പോൾ എല്ലാ സഖാക്കളും സുരക്ഷിതരാണെന്നും തങ്ങൾ ഒരു കേസിലും അകപ്പെടില്ലെന്നും അഥവാ പെട്ടാൽ തന്നെ ഇടത് സർക്കാർ കേസ് ദുർബലപ്പെടുത്തി തങ്ങളെ രക്ഷിച്ചുകൊള്ളും എന്ന അമിത ആത്മവിശ്വാസമാണോ 20ഉം 22ഉം വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടികളെ ഇങ്ങനെയുള്ള അക്രമങ്ങൾ ചെയ്യിക്കാൻ പ്രേരിപ്പിക്കുന്നത്? ഗവർണറുടെ സുരക്ഷ വർദ്ധിപ്പിക്കാനും അദ്ദേഹത്തിന് Z+ സുരക്ഷ ഒരുക്കുവാനും കേന്ദ്രം തയ്യാറായി എന്ന വാർത്ത പുറത്തുവരുന്ന സാഹചര്യത്തിൽ പിണറായി ആഗ്രഹിക്കുന്ന പോലെ ഒരു കേന്ദ്ര ഇടപെടൽ ഉണ്ടാവില്ല എന്ന് വേണം കരുതാൻ. അങ്ങനെ വരുമ്പോൾ വീണ്ടും ഇത്തരം സമരങ്ങൾ തുടരാനും കേന്ദ്രത്തെ വീണ്ടും പ്രകോപിപ്പിക്കാനും പിണറായിയും കൂട്ടരും ശ്രമിച്ചുകൊണ്ടേയിരിക്കുമെന്ന കാര്യത്തിലും സംശയമില്ല. സഖാവ് പുഷ്പനും രക്തസാക്ഷികളും എന്നും ഇത്തരക്കാർക്ക് രാഷ്ട്രീയ മൂലധനം മാത്രമാണെന്നും സ്വാർത്ഥമായ രാഷ്ട്രീയ ദുഷ്ടലാക്ക് തിരിച്ചറിഞ്ഞ് ഇത്തരം അക്രമ സമരങ്ങളിൽ നിന്നും മാറി ആശയപരമായ സംവാദങ്ങളിലേക്കും പ്രതിഷേധങ്ങളിലേക്കും കടക്കാൻ പുതുതലമുറ തയ്യാറാവട്ടെ എന്നും അതിലൂടെ രാഷ്ട്രത്തിന്റെയും സംസ്ഥാനത്തിന്റെയും പുരോഗതി ഉറപ്പുവരുത്താൻ അവരെ പ്രാപ്തരാക്കട്ടെ എന്നും പ്രത്യാശിച്ചുകൊണ്ട് നമുക്ക് പരിശോധിക്കാം ക്രമസമാധാനം കേരളത്തിൽ തകർന്നു കഴിഞ്ഞു എന്നുള്ളത്. ഇപ്പോൾ നമ്മോടൊപ്പം അതിഥികളായുള്ളത് BJP വക്താവ് JR പത്മകുമാർ, ഒപ്പം തന്നെ രാഷ്ട്രീയ നിരീക്ഷകൻ പ്രൊഫസർ AG ജോർജ്, SFI വക്താവ് മുഹമ്മദ് സാദിഖ്, അഡ്വക്കേറ്റ് R രാജേന്ദ്രൻ എന്നുള്ളവരാണ്. ഭാരതീയാധിവക്ത പരിഷത്തിന്റെ വക്താവാണ് അദ്ദേഹം. എന്തായാലും നമുക്ക് ഡിബേറ്റിലേക്ക് കടക്കാം, ഈ ചർച്ചയിലേക്ക് കടക്കാം. ശ്രീ പത്മകുമാറിലേക്കാണ് ആദ്യം. ഇന്ന് കൊല്ലം നിലമേലുണ്ടായ സംഭവം തിരുവനന്തപുരത്തിൻ്റെ കൊല്ലത്തിൻ്റെ അതിർത്തി പ്രദേശമാണല്ലോ. ഒരുപക്ഷേ കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ ഇനി കാണാൻ ആഗ്രഹിക്കരുതേ എന്ന് തോന്നുന്ന സംഭവ വികാസങ്ങളാണ്. എങ്ങനെ നോക്കിക്കാണുന്നു, എങ്ങനെ പ്രതികരിക്കുന്നു? ആദ്യമായി താങ്കൾ പറഞ്ഞതുപോലെ അതിഗൗരവതരമായിട്ടുള്ള ഒരവസ്ഥയിലൂടെയാണ് കേരളം കടന്നു പോകുന്നത്. സമാധാന നില തകർന്നിരിക്കുകയാണ്. ഈ സംസ്ഥാനത്തിൻ്റെ പ്രഥമ പൗരൻ എന്നുള്ള നിലയിൽ ഗവർണർക്ക് പോലും അദ്ദേഹത്തിൻ്റെ കൃത്യനിർവഹണത്തിന് തടസ്സമുണ്ടാക്കുന്ന രീതിയിലാണ് നമ്മുടെ ഭരണത്തിൻ്റെ പോക്ക്. ഏറ്റവും ശ്രദ്ധേയമായത് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് കേരളത്തിൽ ഭരണം നടത്തുന്ന ഭരണമുന്നണിയാണ് എന്നുള്ളതാണ്. കഴിഞ്ഞ കുറേ കാലത്തെ സംഭവവികാസങ്ങൾ നമ്മൾ വിലയിരുത്തിയാൽ കേരളത്തിൽ നടക്കുന്നത് ഇരട്ട നീതിയാണ്. CPMന് ഒരു നീതി, CPMൻ്റെ അണികൾക്കൊരു അതിനോടനുബന്ധിച്ചുള്ളൊരു നീതി,
CPM അല്ലാത്ത ആളുകൾക്ക്, ഇടതുപക്ഷത്തിൽ ഉൾപ്പെടുന്ന ആളുകൾക്ക് പോലും മറ്റൊരു രീതി, അങ്ങനെ ഒരു ഇരട്ട നീതിയാണ് ഇന്ന് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾ ആലോചിച്ച് പോവുക, ഈ മുഖ്യമന്ത്രി ഈ രണ്ട് സംഭവം നമ്മളൊന്ന് മനസ്സിൽ ഒന്ന് ഇരുത്തി ചിന്തിക്കേണ്ടതാണ്. കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പോലീസ് സംവിധാനങ്ങൾ, ആരെങ്കിലും പ്രതിഷേധിക്കുമെന്ന് തോന്നിയാൽ പോലും അവരെ അറസ്റ്റ് ചെയ്തത് നമ്മൾ കൊട്ടാരക്കര കണ്ടതാണ്. ഒരു മാർക്കറ്റിൽ, ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിലേക്ക് കറുത്ത ഡ്രസ്സ് ധരിച്ചു കൊണ്ടുപോയ ഒരു യുവതിയെ വൈകിട്ട് 5:30 മണി വരെ 6 മണി വരെ സ്റ്റേഷനിൽ പിടിച്ചുകൊണ്ട് ഇരുത്തി. യാതൊരു തെറ്റും ചെയ്തില്ല. മുഖ്യമന്ത്രി വരുന്നെന്നോ പോകുന്നെന്നോ ഒന്നും അറിയാത്ത ആ സ്ത്രീയെ പിടിച്ച് സ്റ്റേഷനിൽ കൊണ്ടിരുത്തിയിട്ട് അവസാനം ഇപ്പോൾ നഷ്ടപരിഹാരത്തിന് വേണ്ടി ഈ സ്ത്രീ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതേപോലെ തന്നെ പ്രതിഷേധിക്കുമെന്ന് തോന്നുന്ന ആളുകളെയൊക്കെ കൈകാര്യം ചെയ്തൊരു രീതി. അതേസമയം കേരളത്തിൻ്റെ ഏറ്റവും പ്രഥമ പൗരൻ എന്നുള്ള നിലയിൽ ഭരണഘടനാപരമായി 4ാമത്തെ പ്രോട്ടോക്കോൾ ഉള്ള ഒരു ഭരണഘടനാ അധികാരം കൈയാളുന്നൊരു വ്യക്തിയെ കേരളത്തിൽ പോലീസ് ഉൾപ്പെടെ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് കണ്ടാൽ മനസ്സിലാകും. അപ്പോൾ ഈ ഒരു ഇരട്ട നീതി കേരളത്തിൽ നടക്കുകയാണ്. അപ്പോൾ ഇതൊരു എപ്പോഴായാലും ഒന്ന് അവസാനിപ്പിച്ച് പറ്റുക, അല്ലെങ്കിൽ അവസാനിപ്പിക്കണം. അതല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. എപ്പോഴും ജനാധിപത്യത്തെക്കുറിച്ചും നമ്മുടെ സ്നേഹത്തെക്കുറിച്ചും സാഹോദര്യത്തെക്കുറിച്ചും ഒക്കെ പ്രചരണം നടത്തുന്ന ആളുകളൊക്കെ കാണിക്കുന്നത് നമുക്ക് ഇപ്പോൾ എല്ലാവർക്കും CPM വിശ്വസിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ വിശ്വസിക്കാൻ കഴിയില്ല. വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടാവും. ആ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുള്ള ഒരു വേദി, അതിനൊരു ഒരു നമ്മുടെ സംസ്ഥാനത്ത് അല്ലെങ്കിൽ നമ്മുടെ പൊതുജീവിതത്തിൽ തന്നെ അതിനൊരു രീതിയുണ്ട്. അപ്പോൾ അതിൻ്റെ വരമ്പ് കടക്കുന്ന രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വം, പ്രത്യേകിച്ചും CPM ആ ഒത്താശയോടുകൂടി SFIയും നമ്മുടെ DYFI ഒക്കെ കേരളത്തിൽ അതിൻ്റെ എല്ലാ അതിർവരമ്പുകളിൽ ലംഘിക്കുകയാണ്. അപ്പോൾ ഇത് ഭൂഷണമാണോ എന്ന്, അല്ലെങ്കിൽ ഇവരെ കൊണ്ട് ഇത് തുടർന്ന് നടത്തണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് CPM ആണ്. കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയാണ്. അപ്പോൾ എൻ്റെ വീക്ഷണത്തിൽ ഇത് വളരെ ഒരു ഭരണ പരാജയമാണ്, ഭരണഘടനയോടുള്ള വെല്ലുവിളിയാണ്, ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണ്. ഒരു കയ്യൂക്ക് കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ അക്രമം നടത്തിയോ ഏതെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കാം എന്ന് ആരെങ്കിലും വിചാരിക്കുന്നെങ്കിൽ അവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണെന്ന് എനിക്ക് പറയാനുള്ളൂ. ഇത് അവസാനിപ്പിക്കുന്നതാണ് നല്ലത്, നമ്മുടെ ജനാധിപത്യത്തിന് നല്ലത്, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പുരോഗതിക്ക് നല്ലത്. ഇവർ ചെയ്യുന്ന തെറ്റ് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും, ഈ CPM അണികളും നേതാക്കന്മാരും ഒഴിഞ്ഞിട്ട് കേരളത്തിലെ മുഴുവൻ ആളുകളും ഇതിനെതിരായി അവരുടെ പ്രതിഷേധം അവരുടെ മനസ്സിലുണ്ട്. തീർച്ചയായിട്ടും അത് രേഖപ്പെടുത്തുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ശ്രീ മുഹമ്മദ് സാദിഖിലെ അടുക്കാണ്. ശ്രീ മുഹമ്മദ് സാദിഖ്, ഇന്ന് കൊല്ലം നിലമേൽ സംഭവിച്ചത്, അതിൽ SFI വക്താവ് എന്നുള്ള രീതിയിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഞാൻ പറയുന്നത് കേൾക്കാമെന്ന് വിചാരിക്കുന്നു. yes, പറഞ്ഞോളൂ. ഒരു ജനാധിപത്യ സമൂഹത്തിൽ സ്വാഭാവികമായും പ്രതിഷേധങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ്. അത് ഭരണാധികാരികൾക്കെല്ലാം എതിരായി ചരിത്രത്തിൽ നിരവധിയായ പ്രതിഷേധങ്ങൾ പല രൂപത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. സമീപകാല കേരളത്തിൽ നിരവധിയായ സമരങ്ങൾ വിവിധ വിദ്യാർത്ഥി സംഘടനകളും അതേപോലെ തന്നെ യുവജന പ്രസ്ഥാനങ്ങളും മറ്റിതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമെല്ലാം ഏറ്റെടുത്തു കൊണ്ടുപോകുന്ന സാഹചര്യമുണ്ട്. ഇത്തരം പ്രതിഷേധങ്ങൾ ഉയർന്നു വരുമ്പോൾ അത്തരം പ്രതിഷേധത്തിന് ഇരയാകുന്ന ഭരണ നേതൃത്വം ഏത് നിലയിലാണ് പ്രതികരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനം. ഇന്ന് കൊല്ലത്ത് നടന്ന സംഭവത്തെക്കുറിച്ചാണ് ചോദ്യം. കൊല്ലത്ത് നടന്നത് SFIയുടെ ഭാഗത്ത് നിന്ന് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു പ്രതിഷേധം മാത്രമാണ്. ഗവർണർക്കെതിരായി പ്രതിഷേധിക്കാൻ SFIയെ സംബന്ധിച്ചിടത്തോളം നിരവധിയായ കാരണങ്ങളുണ്ട്. ഒന്ന്, സംസ്ഥാനത്തിന്റെ ഗവർണർ എന്ന പദവി ദുരുപയോഗം ചെയ്തുകൊണ്ട്, അതല്ലെങ്കിൽ സർവകലാശാലകളുടെ ചാൻസലർ എന്ന പദവി ദുരുപയോഗം ചെയ്തുകൊണ്ട് കേരളത്തിലെ സർവകലാശാലകളിലേക്ക് കടന്നു കയറാനും സർവകലാശാലകളുടെ ജനാധിപത്യപരമായ സംവിധാനങ്ങളെ അട്ടിമറിക്കാനും പിൻവാതിൽ മുഖാന്തരം സർവകലാശാലകളിലേക്ക് നിയമനങ്ങൾ നടത്താനും ഗവർണർ നടത്തിയ ശ്രമങ്ങളുടെ ഭാഗമായി മാസങ്ങളായി കേരളത്തിൽ വിദ്യാർത്ഥി സംഘടന എന്നുള്ള നിലയിൽ SFI സമരത്തിലാണ്. കാലിക്കറ്റ് സർവകലാശാലയുടെയും കേരള സർവകലാശാലയുടെയും സെനറ്റിലേക്ക് ആ സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ ഒരു കാരണവശാലും അംഗീകരിക്കാത്ത ഒരു വിദ്യാർത്ഥി സംഘടനയുടെ പ്രതിനിധികളെ, വ്യക്തമായി പറഞ്ഞാൽ സർവകലാശാലകളുടെ സ്റ്റുഡൻസ് യൂണിയനുകളിലേക്കോ അക്കാഡമിക് കൗൺസിലുകളിലേക്കോ സെനറ്റിലേക്കോ സിൻഡിക്കേറ്റിലേക്കോ ഒന്നും തന്നെ മുൻകാലങ്ങളിൽ ഒന്നും വിദ്യാർത്ഥികളാൽ വോട്ട് രേഖപ്പെടുത്തി തെരഞ്ഞെടുക്കപ്പെടാത്ത,
ഇപ്പോഴും നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിപ്പിച്ച കാലിക്കറ്റ് സർവകലാശാലയുടെ വിവിധ ബോഡികളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാൻ പോലും ആളെ കിട്ടാത്ത ഒരു സംഘടനയുടെ നേതാക്കളെ ഉൾപ്പെടെ, ABVP നേതാക്കളെ ഉൾപ്പെടെ, സംഘപരിവാർ വക്താക്കളെ ഉൾപ്പെടെ കാലിക്കറ്റ് സർവകലാശാലയിലേക്കും കേരള സർവകലാശാലയിലേക്കും തിരികെ കയറ്റിയതിനെതിരായാണ് ഞങ്ങളുടെ പ്രതിഷേധം. ഈ പ്രതിഷേധം കേരളത്തിൽ വളരെ ശക്തമായി, വളരെ മാതൃകാപരമായ നിലയിൽ SFI സംഘടിപ്പിച്ചു വരികയാണ്. ഈ സമരത്തിനെതിരായ നിരവധിയായ പ്രകോപനങ്ങൾ മുമ്പും ഗവർണർ സൃഷ്ടിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ആദ്യഘട്ടത്തിൽ തന്നെ അദ്ദേഹം റോട്ടിലേക്ക് ഇറങ്ങി വരുന്ന കാഴ്ച നമ്മൾ കണ്ടു. ആ സമരത്തിന്റെ ഭാഗമായി SFI നേതാക്കളെ അറസ്റ്റ് ചെയ്യുകയും റിമാൻഡിലാക്കപ്പെടുകയും അവർ ദീർഘകാലം ജയിൽ കിടക്കുകയും ചെയ്തു. പിന്നീട് കാലിക്കറ്റ് സർവകലാശാലയിലേക്ക് വിദ്യാർത്ഥികളെ വെല്ലുവിളിച്ചുകൊണ്ട് ഗവർണർ കടന്നു വരികയും കാലിക്കറ്റ് സർവകലാശാലയിൽ 2-3 ദിവസത്തോളം വളരെ ദീർഘമായ സമരങ്ങൾ അരങ്ങേറുകയും SFIയും ഗവർണറും തമ്മിലുള്ള വലിയൊരു സമരത്തിന്റെ അല്ലെങ്കിൽ ആശയ പോരാട്ടത്തിന്റെ വേദിയായി കാലിക്കറ്റ് സർവകലാശാല മാറുകയും ചെയ്തു. അതിനുശേഷവും തുടർച്ചയായി കേരളത്തിൽ സമരം നടന്നു വരികയാണ്. ഇന്ന് നിലമേൽ ആദ്യമായിട്ടല്ല ഗവർണർക്കെതിരായി SFIയുടെ കരിങ്കോട് പ്രതിഷേധം ഉണ്ടാകുന്നത്. എല്ലാ ഘട്ടങ്ങളിലും വളരെ മാന്യമായി, വളരെ മാതൃകാപരമായി ജനാധിപത്യ സമൂഹത്തിൽ ഏത് നിലയിലാണോ പ്രതിഷേധം ഉയർത്തേണ്ടത് ആ നിലയിലാണ് SFI സമരം നടത്തിയത്. ഞങ്ങൾ വണ്ടി തടഞ്ഞു നിർത്തുകയോ അല്ലെങ്കിൽ ഗവർണറുടെ കോളറൊക്കെ പിടിച്ച് റോട്ടിലേക്ക് വലിച്ചിഴക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾ സമരം നടത്തുന്നു. കേരളത്തിൽ മറ്റു പലരും ഇതേപോലെ സമരം മുമ്പ് നടത്തിയിട്ടുണ്ട്. ഇത്തരം സമരങ്ങളെല്ലാം ഉണ്ടാകുന്ന സമയത്ത് ആ സമരങ്ങളെ പോലീസ് ഒരു വശത്ത് നിയന്ത്രിക്കുകയും ഭരണാധികാരികൾ അവർക്ക് സൗകര്യപ്രദമായ രൂപത്തിൽ പോകാൻ വഴിയൊരുക്കുകയും ചെയ്യും. അവർ കടന്നു പോകും. പക്ഷേ ഈ ഗവർണറുടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഓരോ സമയങ്ങളിലും അദ്ദേഹത്തിന് ഓരോ രീതികളാണ്. ഞാൻ ഒരു ആക്ഷേപമായി ഉന്നയിക്കുകയല്ല. അദ്ദേഹത്തിന് പ്രായസംബന്ധമായ മാനസിക പ്രയാസങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേറെ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. ഓരോ സമയത്ത് അദ്ദേഹത്തിന് ഓരോ പെരുമാറ്റമാണ്. സാധാരണ നിലയിൽ എങ്ങനെയാണോ മനുഷ്യർ പെരുമാറുക അതേപോലെയല്ല ഗവർണറുടെ പെരുമാറ്റം. കാലിക്കറ്റ് സർവകലാശാലയിൽ അദ്ദേഹം വന്നത് സർവകലാശാലയുമായി ബന്ധപ്പെട്ട ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല, മുസ്ലിം ലീഗ് നേതാവിന്റെ കല്യാണം കൂടാനാണ്. മുസ്ലിം ലീഗ് നേതാവിന്റെ മകന്റെ കല്യാണം കൂടാൻ വേണ്ടി അദ്ദേഹം കോഴിക്കോട് എത്തുകയും കോഴിക്കോട് കല്യാണം കൂടി തിരിച്ച് കാലിക്കറ്റ് സർവകലാശാലയിൽ എത്തിയപ്പോൾ അവിടെ ബാനർ എല്ലാം അഴിക്കണം എന്ന് പറഞ്ഞ് ആക്രോശിച്ചു. SP-യെ വിളിച്ച് ഞെട്ടിച്ചു, ഭീഷണിപ്പെടുത്തി, വലിയൊരു കോലാഹലം അദ്ദേഹം അവിടെ സൃഷ്ടിച്ചു. ഒരു ബാനർ അഴിച്ചു മാറ്റി, 2 ബാനർ അഴിച്ചു മാറ്റി, 3 ബാനർ അഴിച്ചു മാറ്റി. ഞങ്ങളപ്പോ അവിടെ അതിലേറെ ബാനറുകൾ ഉയർത്തി ഞങ്ങളുടെ പ്രതിഷേധം ശക്തമാക്കി. അതെല്ലാം ജനാധിപത്യപരമായി ഉയർത്താവുന്ന രീതിയാണ്. ഇന്നും നിലമേൽ സംഭവിച്ചത് എന്താണ്? ഞങ്ങൾ റോഡരികിൽ SFI സഖാക്കൾ അണിനിരന്ന് ഗവർണർക്കെതിരായി ഗോ ബാക്ക് മുദ്രാവാക്യങ്ങൾ വിളിച്ചതാണ്. സമീപ ദിവസങ്ങളിൽ കേരളത്തിൽ ഒരുപാട് സമരങ്ങൾ ആ നിലയിൽ ഗവർണർക്കെതിരെ ഉണ്ടായിട്ടുണ്ട്. അവിടെ ഒന്നും ഈ ഗവർണർ ചാടി ഇറങ്ങിയിട്ടില്ല. അദ്ദേഹം ഇന്ന് ചാടി ഇറങ്ങി. എന്താ കാര്യം? കഴിഞ്ഞ ദിവസം അദ്ദേഹം അസാധാരണമായ ഒരു പ്രവൃത്തി ചെയ്ത് കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ഒറ്റപ്പെട്ടു. എന്താണ്? കേരള നിയമസഭയിൽ അദ്ദേഹം സർക്കാരിന്റെ നയപ്രഖ്യാപന പ്രസംഗം നടത്തേണ്ട സാഹചര്യം ഉണ്ടായി. കേരളത്തിന്റെയും ഇന്ത്യയുടെയും ചരിത്രത്തിൽ എല്ലാ ഫെഡറൽ അടിസ്ഥാനത്തിലുമുള്ള സംസ്ഥാനങ്ങളുടെ ഗവർണർമാരുടെ ചുമതലയാണ് സംസ്ഥാന നിയമസഭയിൽ നയപ്രസംഗം നടത്തുക എന്നുള്ളത്. ഈ നയപ്രഖ്യാപന പ്രസംഗം ഗവർണർ സാധാരണഗതിയിൽ നിന്ന് വ്യത്യസ്തമായി 1 മിനിറ്റ് മാത്രം നീണ്ട പ്രസംഗം നടത്തി. ആ പ്രസംഗത്തിന്റെ അവസാന പാരഗ്രാഫ് മാത്രം വായിച്ചു. കേരളത്തിലെ നിയമസഭയിൽ അദ്ദേഹം കാണിച്ചു കൂട്ടിയ ആ ഇടപെടൽ ജനങ്ങൾക്കിടയിൽ ആകമാനം ഗവർണർ ഒറ്റപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അദ്ദേഹത്തിന്റെ നിലപാടുകൾക്കെതിരായി കേരള ജനത ഒന്നിക്കുന്നു എന്നുള്ള ഒരു സമീപനം ഉണ്ടായപ്പോൾ അതിൽ നിന്ന് വഴിതിരിച്ചു വിടാൻ, ഈ നയപ്രഖ്യാപന പ്രസംഗവുമായി ബന്ധപ്പെട്ട ചർച്ചകളെ ഡൈവേർട്ട് ചെയ്യാൻ അദ്ദേഹം പലതരം കോമാളിത്തരങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം കൊച്ചുകുട്ടികളെ പോലെയാണ് പെരുമാറുന്നത്. മുഖ്യമന്ത്രിയെ കാണുമ്പോൾ മിണ്ടാതിരിക്കുക, മുഖം ചുളിക്കുക, മുഖം കറുപ്പിക്കുക, മുഖം തിരിക്കുക, ഇങ്ങനെയൊക്കെയാണ് ഒരു സംസ്ഥാനത്തിന്റെ ഗവർണർ. ഇവിടെ ഇരിക്കുന്ന വളരെ ഉന്നതരായ വ്യക്തികൾ, പ്രൊഫസർമാരുണ്ട്, അതേപോലെ തന്നെ അഡ്വക്കേറ്റുമാരുണ്ട്, അതേപോലെ രാഷ്ട്രീയ നേതാക്കളെല്ലാം അടങ്ങിയ ഒരു പാനലാണല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു പൊതുസമൂഹത്തിൽ ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ഏർപ്പെടുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ഭരണഘടനാ പദവി വഹിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഇങ്ങനെയാണ് മനുഷ്യർ പെരുമാറുക? കാണുമ്പോൾ മിണ്ടാതിരിക്കുക, കാണുമ്പോൾ ചിരിക്കാതിരിക്കുക, മുഖം തിരിക്കുക, മുഖം കറുപ്പിക്കുക, അങ്ങനെ ഒരു അസാധാരണമായ ഒരു പ്രവർത്തന രീതിയാണ് ഈ ഗവർണറുടേത്. അതേപോലെ ഒരു പ്രവർത്തന രീതിയാണ് അദ്ദേഹം ഇന്ന് തെരുവിൽ കാണിച്ചത്. റോട്ടിലിറങ്ങി, എന്നിട്ട് റോട്ടിലിറങ്ങി ഞാൻ ഇവിടെ ഇരിക്കുകയാണെന്ന് പറഞ്ഞു. നമ്മൾ പല സിനിമകളിലും കഥാപാത്രങ്ങളെ പലരും കണ്ടിട്ടുണ്ട്. ജഗദീഷ് ശ്രീകുമാറിന്റെ ഒരു കഥാപാത്രത്തെയാണ് ഇന്ന് സോഷ്യൽ മീഡിയ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പായൽ എടുത്തുകൊണ്ടൊന്ന് റോട്ടിൽ വിരിച്ചിട്ട് എന്നെ അറസ്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞിരിക്കുന്ന ജഗദീഷ് ശ്രീകുമാറിന്റെ കഥാപാത്രത്തെ പോലെ റോട്ടിലിറങ്ങി ഒരു പഴക്കടക്കാരന്റെ കടയിൽ നിന്ന് ഒരു കസേര എടുത്ത് അവിടെ ഇങ്ങനെ ഇരിക്കുക.
ഒരു കൊച്ചുകുട്ടികളെ പോലെ വാശി കാണിക്കുന്ന, അല്ലെങ്കിൽ സാധാരണ നിലയിൽ ഭരണ നേതൃത്വത്തിൽ ഇരിക്കുന്നവർ കാണിക്കുന്ന ശൈലികളിൽ നിന്ന് വ്യത്യസ്തമായി എന്തൊക്കെയോ ഒരു റോഡ് ഷോ കാണിച്ചുകൊണ്ടിരിക്കുക. റോഡ് ഷോ അല്ല, കൃത്യമായി പറഞ്ഞാൽ ഒരു റോഡ് സൈഡ് ഷോ ആണ് ഇന്ന് നമ്മുടെ ഗവർണർ കാണിച്ചിരിക്കുക. അദ്ദേഹത്തിന്റെ പ്രായത്തിനും അദ്ദേഹം വഹിക്കുന്ന ചുമതലക്കും അദ്ദേഹം വഹിച്ചു വന്ന ചുമതലകളുടെയും എല്ലാം ഒരു മര്യാദയുടെ അടിസ്ഥാനത്തിൽ ഒരു വിദ്യാർത്ഥി പ്രതിഷേധം ഉണ്ടാകുന്ന സമയത്ത് അത്തരം പ്രതിഷേധങ്ങളോട് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് പോലും അറിയാതെയാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. ഇത്തരം പ്രതിഷേധങ്ങൾ ജനാധിപത്യത്തിൽ സ്വാഭാവികമാണ്. കേരളത്തിലെ മുഖ്യമന്ത്രിമാർക്കെതിരായ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ മുഖ്യമന്ത്രിക്ക് എതിരെ നടക്കുന്ന പ്രതിഷേധത്തിന് ഈ ജീവൻ രക്ഷാ പ്രവർത്തനം എന്ന് പറഞ്ഞ പ്രതിഷേധക്കാരെ അടിച്ചൊതുക്കുന്ന ഒരു സമീപനം ഗവർണറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നുള്ളത് ശരിയാണ്. മാത്രമല്ല SFIക്ക് ഇഷ്ടപ്പെടുന്നത് പോലെ അദ്ദേഹത്തിന്റെ മുഖത്ത് വരുന്ന ഭാവങ്ങളോ ശരീരഭാഷ ആവണമെന്ന് ശഠിക്കുന്നതും ശരിയാണെന്നൊരു ചോദ്യമുണ്ട്. എന്തായാലും അതിലേക്കൊക്കെ മടങ്ങിയെത്താം. പ്രൊഫസർ AG ജോർജ്, അദ്ദേഹത്തോടാണ്. ശ്രീ AG ജോർജ്, ഇടതുപക്ഷത്തിന് താല്പര്യമില്ലാത്ത കാര്യം ആര് പറഞ്ഞാലും ആര് ചെയ്താലും ഞങ്ങൾ സ്വാഭാവികമായി പ്രതിഷേധിക്കും. ഇതാണ് SFIയുടെ നിലപാട്. എങ്ങനെ നോക്കിക്കാണും, പ്രത്യേകിച്ച് ഇന്നത്തെ സംഭവ വികാസങ്ങൾ കൂടി കണക്കിലെടുക്കുമ്പോൾ? ലക്ഷ്മി, ലോകമെമ്പാടുമുള്ള മലയാളികൾക്കാകെ അപമാനമുണ്ടാക്കത്തക്ക രീതിയിലുള്ള ചില സമര ആഭാസങ്ങളാണ് കഴിഞ്ഞ കുറെ നാളുകളായി നമ്മുടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് വിദ്യാർത്ഥി പ്രക്ഷോഭമാകട്ടെ, യുവജന സംഘടനകളുടെ പ്രക്ഷോഭമാകട്ടെ, വളരെ ഹീനമായ രീതിയിൽ, നീചമായ രീതിയിലേക്ക് ഈ സമരമുറകൾ പോകുന്നു എന്നുള്ളത് ലോകമാകെ നമ്മളെ കുറിച്ചുള്ള ഒരു പ്രതിച്ഛായയ്ക്ക് വളരെയേറെ മങ്ങലുണ്ടാക്കുന്നു എന്നത് ഒരു സങ്കടകരമായ യാഥാർത്ഥ്യമാണ്. ഇവിടെ ഈ പറയുന്ന സംസ്ഥാനത്തിന്റെ അധിപൻ എന്ന് സാങ്കേതികമായും നിയമപരമായും വിശേഷിപ്പിക്കുന്ന ഗവർണറെയൊക്കെ ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സഹമന്ത്രിമാരോ രാഷ്ട്രീയ നേതാക്കന്മാരോ ഒക്കെ ഈയിടെയായി അഭിസംബോധന ചെയ്യാൻ ഉപയോഗിക്കുന്ന പദങ്ങൾ കേൾക്കുമ്പോൾ അപമാനം കൊണ്ട് തല കുളിക്കുകയാണ്. കോമാളി, അതുപോലെ ഈ തരത്തിലുള്ള വളരെയധികം ഒരു ഹീനമായ ഭാഷകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഗവർണർ എന്ന് പറയുന്ന ഉന്നത സ്ഥാനീയനെ ഇപ്പോൾ ചില നേതാക്കൾ ഉൾപ്പെടെ വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. തെമ്മാടി, കോമാളി. അതിനിടയ്ക്ക് ചില മന്ത്രിമാർ പറഞ്ഞു അദ്ദേഹത്തിന് എന്തോ ആരോഗ്യ പ്രശ്നമൊക്കെ ഉണ്ട്. ഇന്ന് ഭംഗ്യന്ത്രേണ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നം ശാരീരികത്തെക്കാൾ കൂടുതൽ മാനസികമാണ് എന്ന് പോലും പറഞ്ഞ് ധരിപ്പിക്കാൻ നടത്തുന്ന വളരെ ഹീനമായ ശ്രമങ്ങളാണ് ഇപ്പോൾ പല ഭാഗത്തു നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ലക്ഷ്മി, ഇവിടെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്താണ്? ഇവിടെ നേരത്തെ സൂചിപ്പിച്ചത് വളരെ മൃദുവായ ഭാഷയിലാണ് ശ്രീ JR പത്മകുമാർ പറഞ്ഞത്. ഇവിടെ ഇരട്ട നീതി എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. എന്നാൽ അത് വളരെ മാർദ്ദവമായി അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ പറഞ്ഞതാണെന്ന് വിചാരിക്കുന്നു. ഇവിടെ അതല്ല. ഇവിടെ ഒരു തരത്തിൽ തെരുവ് ഗുണ്ടായിസമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് വിദ്യാർത്ഥി സംഘടനകളാകട്ടെ, യുവജന പ്രസ്ഥാനങ്ങളാകട്ടെ, ഇത് തെരുവിൽ ഏറ്റുമുട്ടുന്നതായ ഒരു സാഹചര്യത്തിലേക്ക് പോയിരിക്കുന്നു. നമ്മുടെ രാജ്യത്തെ 28 സംസ്ഥാനങ്ങൾ ഉള്ളിടത്തെല്ലാം ഗവർണർമാരുണ്ട്, മന്ത്രിസഭയുണ്ട്, ബന്ധപ്പെട്ട അധികാരികളുണ്ട്. ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഈ തരത്തിൽ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളും യുവജന സംഘടനകളുടെ പ്രക്ഷോഭങ്ങളും നിലവാര തകർച്ചയിൽ എത്തിയിട്ടുണ്ടോ എന്ന് നോക്കണം. ലക്ഷ്മി, ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഇതുപോലെ ഗവർണറുമായി അഭിപ്രായ വ്യത്യാസമുള്ള മറ്റു ചില സംസ്ഥാനങ്ങൾ കൂടി നമ്മുടെ രാജ്യത്തുണ്ട്. ഉദാഹരണമായി തമിഴ്നാടിൽ ഗവർണറും മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ മന്ത്രിസഭയും തമ്മിൽ വലിയ ഏറ്റുമുട്ടലാണ് ആശയപരമായി. ബംഗാളിൽ പ്രശ്നമുണ്ട്, പഞ്ചാബിൽ പ്രശ്നമുണ്ട്, തെലങ്കാനയിൽ പ്രശ്നമുണ്ടായിരുന്നു. ഇവിടെ എല്ലാം പ്രശ്നങ്ങൾ ഈ തരത്തിൽ ഉണ്ടായിട്ട് പോലും അവിടെ എങ്ങും വിദ്യാർത്ഥി സംഘടനകളോ അതുപോലെ യുവജന പ്രസ്ഥാനങ്ങളോ ഒന്നും ഈ തരത്തിൽ തെരുവിൽ ഒരു ഗവർണറെ ഏറ്റുമുട്ടുകയും കോമാളി, തെമ്മാടി എന്നൊക്കെ വിശേഷിപ്പിക്കുകയും ചെയ്ത ഒരു സംഭവം കേട്ടിട്ട് പോലുമില്ല. എന്താണ് നമ്മുടെ കേരളത്തിലെ ഈ യുവ സമൂഹത്തിൽ സംഭവിച്ചിരിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ ദുഃഖം കൊണ്ട് തല താഴ്ത്താനല്ലാതെ മറ്റു നിവർത്തിയില്ല. ഇവിടെ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഗവർണർ ചെയ്തിരിക്കുന്ന അപരാധം എന്താണ്? ഗവർണർ ചെയ്തിരിക്കുന്ന അപരാധം എനിക്ക് മുൻപ് സംസാരിച്ച വിദ്യാർത്ഥി നേതാവ് പറഞ്ഞു. അദ്ദേഹം ചില ആളുകളെ, അദ്ദേഹത്തിന് താല്പര്യമുള്ള കക്ഷിയിൽപ്പെട്ട ആളുകളെ സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്തു. അങ്ങനെ നോമിനേറ്റ് ചെയ്യപ്പെട്ട ആളുകൾക്കാർക്കും അവിടെ ഇരിക്കാൻ അർഹതയില്ല എന്ന്.
അദ്ദേഹം ഒരു കാര്യം കാണണം. അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെടാൻ യോഗ്യതയുള്ള ആളുകളെ കുറിച്ചൊക്കെ ഭംഗ്യന്തരേണ സാന്ദർഭികമായി പറഞ്ഞു. അദ്ദേഹം ഒരു കാര്യം അറിയുന്നത് നല്ലതാണ്. തെരഞ്ഞെടുക്കപ്പെടാൻ യോഗ്യതയുള്ള ആളുകൾ സ്വാഭാവികമായി തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ തെരഞ്ഞെടുക്കപ്പെടും. എന്നാൽ സർവകലാശാല ചട്ടങ്ങൾ അനുസരിച്ച് കേരള നിയമസഭ പാസാക്കിയിട്ടുള്ള കേരളത്തിലെ 14 സർവകലാശാലകളിൽ വൈവിധ്യമുള്ള രീതിയിലുള്ള 14 സർവകലാശാല ചട്ടങ്ങൾ അനുസരിച്ച് സെനറ്റിലേക്ക് ചില ആളുകളെ നാമനിർദ്ദേശം ചെയ്യാൻ, ഞാൻ ആ വാക്ക് അടിവരയിട്ട് പറയുന്നു, നാമനിർദ്ദേശം ചെയ്യാനുള്ള അധികാരം, നിയമപരമായ അവകാശമുള്ള ആളാണ് ചാൻസലർ സ്ഥാനത്തിരിക്കുന്നയാൾ എന്ന കാര്യം താങ്കൾ ഓർക്കണം. അങ്ങനെയുള്ള സ്ഥാനത്തിരിക്കുന്നയാൾ നോമിനേറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് പ്രധാനമായിട്ടുള്ള കൈവശത്തിലുള്ള അധികാരത്തെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് വിവേചനാധികാരം, ഡിസ്ക്രിഷണറി പവർ എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ആ പദം ഉപയോഗിച്ചാണ് അധികാരത്തെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അത് അദ്ദേഹത്തിന് പൂർണ്ണമായി നിയമപ്രകാരം നൽകപ്പെട്ടതായ അധികാരമാണ്. ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് എക്സിനെയോ വൈയെയോ അദ്ദേഹം നാമനിർദ്ദേശം ചെയ്യുമ്പോൾ അതിനെതിരായി തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളുകളല്ല അവരെന്ന ഒറ്റ കാരണത്താൽ തെരുവിൽ അദ്ദേഹത്തെ നേരിടുന്നതും അദ്ദേഹത്തിനെതിരെ ഹീനമായ ഭാഷ ഉപയോഗിക്കുന്നതും ഒരു ജനാധിപത്യ രീതിയല്ല, അതൊരു ഫാഷിസ്റ്റ് രീതിയാണ് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഒന്നാമത്തെ കാര്യം അതാണ്. ഞാൻ ഒന്നുകൂടെ ചോദിക്കട്ടെ, രണ്ടാമത് ഇവിടെ കേരളത്തിലെ ഞാൻ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളെന്ന രീതിയിൽ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന്റെ ഇന്നത്തെ രേഖാചിത്രം എന്താണ്? ഏതാണ്ട് 9 സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരില്ല. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുപോലെ ഇത്രയും ദീർഘകാലം സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരില്ലാതിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. എന്താണ് അതിനെതിരായിട്ട് ഈ പറയുന്ന വിദ്യാർത്ഥി സംഘടനകൾ ഒരു പ്രക്ഷോഭം നടത്തി ഉന്നത വിദ്യാഭ്യാസത്തെ അത്യാവശ്യമായി എടുക്കേണ്ട തീരുമാനങ്ങൾ എടുക്കുവാൻ അധികാരപ്പെട്ട വൈസ് ചാൻസലർ ഉൾപ്പെടുന്ന സമിതികൾ പ്രവർത്തിക്കാതിരിക്കുന്നതിനെ കുറിച്ച് ശബ്ദമുണ്ടാക്കാതിരിക്കുന്നത്? എത്രയോ കോടിക്കണക്കിന് രൂപയുടെ ഗവേഷണ ഗ്രാന്റുകളും അതുപോലെയുള്ള UGCയിൽ നിന്നുള്ള സഹായങ്ങളും ഒക്കെ പൂർണ്ണ സമയ വൈസ് ചാൻസലർ ഇല്ലാത്തതിന്റെ പേരിൽ പല സർവകലാശാലകളിലും നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. അനേക വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ട സ്കോളർഷിപ്പുകൾ നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. കേന്ദ്രത്തിൽ നിന്ന് വരാനുള്ള കോടിക്കണക്കിന് രൂപയുടെ സഹായം നേടിയെടുക്കുവാൻ ഉത്തരവാദപ്പെട്ട വൈസ് ചാൻസലർ ഇല്ലാത്തത് കൊണ്ട് പല സർവകലാശാലകളുടെയും വികസനവും പ്രവർത്തനവും മരവിച്ചിരിക്കുകയാണ്. നാളിതുവരെ ഏതെങ്കിലും ഒരു സംഘടന, അത് കോൺഗ്രസിന്റെ ആകട്ടെ, അത് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആകട്ടെ, CPIയുടെ ആകട്ടെ, BJPയുടെ ആകട്ടെ, ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി സംഘടന ഈ അനിശ്ചിതാവസ്ഥ അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സമര രംഗത്ത് വന്നിട്ടുണ്ടോ? ഇവിടെ ഗവൺമെന്റും ഈ പറയുന്ന ചാൻസലറും തമ്മിലുള്ള ഏറ്റുമുട്ടൽ എന്താണ്? അതായത് ഈ വൈസ് ചാൻസലർമാരെ നിയമിക്കുവാൻ സർവകലാശാല ചട്ടപ്രകാരം രൂപീകരിക്കേണ്ടതായ സെർച്ച് കമ്മിറ്റിയിൽ സർക്കാരിന്റെ നോമിനിയെ നാളിതുവരെ കൊടുത്തിട്ടില്ല. UGC നിയമം അനുസരിച്ച് ചാൻസലറുടെയും UGCയുടെയും സർക്കാരിന്റെയും പ്രതിനിധികൾ ഉൾപ്പെടുന്ന സെർച്ച് കമ്മിറ്റി വേണം വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതിനുള്ള പാനൽ തയ്യാറാക്കാൻ. നാളിതുവരെ നടന്നിട്ടില്ല. കോടതി ഇടപെട്ടിട്ട് പോലും, ഉദാഹരണമായി കേരളത്തിലെ സർവകലാശാലയുടെ വൈസ് ചാൻസലർ ഒഴിഞ്ഞിട്ട് വർഷത്തോളം ആകാൻ പോവുകയാണ്. അവിടെ നടപടി സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഹൈക്കോടതി പറഞ്ഞു ഗവൺമെന്റ് തക്കത്തിൽ പ്രവർത്തിച്ച് ഗവൺമെന്റിന്റെ നോമിനിയെ സെർച്ച് കമ്മിറ്റിയിലേക്ക് നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ട് നാളിതുവരെ കൊടുക്കുവാൻ സർക്കാർ തയ്യാറായിട്ടില്ല. ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി സംഘടന ഈ അനിശ്ചിതാവസ്ഥ അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? പിന്നെ നിയമസഭയിലുള്ള ഈ പറയുന്ന നയപ്രഖ്യാപന പ്രസംഗത്തെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യേണ്ടത് സീനിയർ ആയിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാരാണ്. എനിക്ക് തോന്നുന്നത് അത് ഒരു വിദ്യാർത്ഥി സംഘടനയുടെ പ്രശ്നമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. അത് നമുക്ക് മറ്റൊരു സന്ദർഭത്തിൽ അല്ലെങ്കിൽ ഇതിന്റെ മറ്റൊരു ഘട്ടത്തിൽ അതിനെക്കുറിച്ചും ചർച്ച ചെയ്യാം. തീർച്ചയായും ഇവിടെ കാണേണ്ടതായ ഒരു കാര്യം, നിയമപരമായ മാർഗങ്ങളിലൂടെ ചട്ടം ലംഘിച്ചിട്ടുണ്ടെങ്കിൽ ഗവർണർ ആകട്ടെ, ചാൻസലർ ആകട്ടെ, അത് പരിഹരിക്കാൻ ഉന്നത നീതിപീഠം വരെയുള്ള മാർഗങ്ങൾ നമ്മുടെ മുൻപിൽ ഇരിക്കെ അത് സ്വീകരിക്കാതെ തെരുവിൽ ഇതുപോലെ അദ്ദേഹം സഞ്ചരിക്കുന്ന കാറിൽ ഇടിക്കുകയും ഈ പറയുന്ന കമ്പ് കൊണ്ട് അടിക്കുകയും ഒക്കെ ചെയ്യുന്നത് എത്ര ഭൂഷണമാണ്, എത്ര സാംസ്കാരികമായി ഉന്നതിയുള്ള ഒരു പ്രവർത്തനമാണ് എന്ന ആത്മവിമർശനം നടത്തേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഇന്ന് ഗവർണർ നിലമേൽ നടന്ന സംഭവത്തിന് ശേഷം അദ്ദേഹം പറഞ്ഞ ഒരു വാക്യം ഞാൻ സൂചിപ്പിക്കാം. അദ്ദേഹം പറഞ്ഞു,
ഏതാണ്ട് 17 പേരുടെ പേരിലാണ് അവിടെ പോലീസ് ഗവർണർ നിർബന്ധിച്ചതിന്റെ പേരിൽ FIR ഇട്ടിരിക്കുന്നത്. അതിൽ 11 പേർ നേരിട്ടുള്ളവരും 6 പേർ കണ്ടാൽ അറിയാവുന്നവരുമാണ്. അദ്ദേഹത്തിന്റെ പ്രഭാഷണം ഞാൻ കേട്ടതാണ്. അദ്ദേഹം പറഞ്ഞു 17 പേർ എനിക്കെതിരായി ഇവിടെ ഈ പ്രക്ഷോഭണം നടത്താൻ വന്നപ്പോൾ ഏതാണ്ട് 100-ലധികം പോലീസുകാർ അവിടെ ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം വളരെ കൃത്യമായി അസന്നിഗ്ധമായ ഭാഷയിൽ പറയുന്നു. അദ്ദേഹം ചോദിക്കുകയാണ്, ഈ 100-ലധികം പോലീസുകാർ ഈ 17 ആളുകളെ എന്തുകൊണ്ട് തടയാൻ ശ്രമിച്ചില്ല? ഒരു മുഖ്യമന്ത്രിയാണ് ഇതുപോലെ യാത്ര ചെയ്തെങ്കിൽ നമ്മൾ മുൻകാലങ്ങളിൽ കണ്ടതാണല്ലോ. കരുതൽ തടങ്കലിൽ പോലും നേതാക്കന്മാരെ വീടുകളിൽ പോയി അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ കൊണ്ടിട്ടിട്ടും മുഖ്യമന്ത്രിയുടെ യാത്ര സുഗമമാക്കുവാൻ 42 വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടെ സുഗമമാക്കുവാൻ ഇവിടുത്തെ പോലീസിന് സാധിക്കുമെങ്കിൽ ഒരു ഗവർണറുടെ യാത്ര സുഗമമാക്കുവാൻ 11 പേരെ നേരിടാൻ ഈ 100 പോലീസുകാർക്ക് കഴിയുന്നില്ലേ എന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ടതായിട്ടുണ്ട്. അവിടെ ഗവർണർ ഒരു വാക്യം കൂടെ പറഞ്ഞു, ഈ പോലീസ് ഇന്ത്യയിലെ പോലീസിന്റെ കൂട്ടത്തിൽ ഒന്നാന്തരം പോലീസാണ് കേരളത്തിലെ പോലീസ് സേന എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് പറയുന്നു, ഈ പോലീസുകാർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കുവാനുള്ള ഒരു സാഹചര്യം ഇന്നത്തെ ഭരണ നേതൃത്വം നൽകുന്നില്ല. ഭരണാധികാരികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ പ്രവർത്തിക്കാനുള്ള നിർദ്ദേശമാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവർ ചെകുത്താന്റെയും കടലിന്റെയും ഇടയിൽ കിടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് എന്ന് മട്ടിൽ അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിക്കുകയുണ്ടായി. എവിടെയാണ് ഇവിടെ നീതിബോധം? അവിടെയാണ് ശ്രീമാൻ പത്മകുമാർ പറഞ്ഞ ഇരട്ട നീതിയുടെ പ്രശ്നം പറയുന്നത്. ഞാനത് മൃദുവായ പദമായതുകൊണ്ട് ഞാനത് ആവർത്തിക്കാൻ ശ്രമിക്കുന്നില്ല. ഇവിടെ ഒരു കൂട്ടം ആളുകളെ കരുതൽ തടങ്കലിൽ എടുക്കുകയും എതിർക്കുന്ന ആളുകളെ, കറുത്ത ഉടുപ്പിടുന്ന ആളുകളെ, കറുത്ത ചൂരിദാർ ധരിക്കുന്നവരെ, കറുത്ത കുട പിടിക്കുന്നവരെ ഒക്കെ ചെടിച്ചട്ടി കൊണ്ട് അടിച്ച് തലപൊട്ടിക്കുകയും പിന്നാലെ വരുന്ന ഗൺമാൻ ഗത ഉപയോഗിച്ചുകൊണ്ട് അവന്റെ തലയടിച്ചു പൊട്ടിക്കുകയും ചെയ്യുന്ന സുരക്ഷിതാ ബോധമുള്ള ഈ സംസ്ഥാനത്ത് ഒരു ഭരണാധികാരിക്ക് നിർഭയമായി സഞ്ചരിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ സങ്കടകരമെന്ന് പറയട്ടെ. ഇന്ന് CRPF ബഹുമാന്യനായ ഗവർണറുടെ സുരക്ഷ ഏറ്റെടുത്തിരിക്കുക. അതെ അതെ, ഇനി കേരള പോലീസിന് അവിടെ റോളില്ല. അതെ അതെ, അപ്പോൾ അവിടെ കാണേണ്ടത് തീർച്ചയായും അത് ഈ കേരളത്തിലെ പോലീസ് സേനയെ നിയന്ത്രിക്കുന്നവരുടെ മുഖത്തേറ്റ ഒരു അടിയാണെന്നുകൂടെ എനിക്ക് ഈ പ്രാഥമിക റൗണ്ടിൽ പറയാൻ ലക്ഷ്മി താല്പര്യമുണ്ട്. തീർച്ചയായും, കാരണം ആരുടെ ചട്ടകമായിട്ടാണ് അവർ പ്രവർത്തിക്കുന്നെങ്കിൽ അത് അവർക്ക് വലിയ, പോലീസ് സേനയ്ക്ക് വലിയ നാണക്കേട് ഉണ്ടാക്കിയിരിക്കുന്നു എന്നുകൂടി നമ്മൾ നോക്കിക്കാണിട്ടുണ്ട്. അഡ്വക്കേറ്റ് R. രാജേന്ദ്രൻ ക്ഷമിക്കണം സർ, നമുക്കറിയാം ഗവർണർ ഇന്ന് 2 മണിക്കൂർ നീണ്ട പ്രതിഷേധം അവസാനിപ്പിച്ചത് FIR കയ്യിൽ കിട്ടിയതിന് ശേഷമാണ്. കാരണം ഗവർണർ എവിടെയൊക്കെ പ്രതികരിക്കാതെ ഇരുന്നിട്ടുണ്ടോ? കാരണം SFIയുടെ ഒരു പ്രതിഷേധ പരമ്പര തന്നെയാണല്ലോ. അദ്ദേഹം എങ്ങോട്ടേക്ക് ഇറങ്ങിയാലും അവിടെയെല്ലാം വളരെ ദുർബലമായ വകുപ്പുകൾ ചുമത്തി മാത്രമാണ് കേസ് എടുത്തിട്ടുള്ളത്. പക്ഷേ ഇത്തവണ നമുക്കറിയാം 124 IPC എന്നൊക്കെ പറയുമ്പോൾ താങ്കൾ തന്നെ ഞങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം അത് തെളിയിക്കപ്പെട്ടാൽ ഈ കുട്ടികളിൽ നിന്ന് തന്നെ അവരെ വിശേഷിപ്പിക്കേണ്ടി വരും. അവരുടെ ഭാവി ഇരുളടഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ്. അത് അവർക്ക് ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ കൂടിയും ഈ കേസ് കോടതിയിലെത്തുമ്പോൾ പ്രോസിക്യൂഷൻ വളരെ ദുർബലമായ തെളിവുകൾ കൊടുത്തവരെ രക്ഷിച്ചുകൊള്ളും എന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുമല്ലോ. അതൊക്കെ വിശ്വസിച്ചിട്ടായിരിക്കും അവരിതിന് ഇറങ്ങിത്തിരിക്കുന്നത്. കാരണം എനിക്ക് ഓർമ്മയുണ്ട്, നമ്മുടെ ഈ ജനത്തിൻ്റെ ഫ്ലോറിൽ തന്നെയായിരുന്നു ഒരു ഇടത് വക്താവ് പറഞ്ഞത്, പ്രോസിക്യൂഷനെ തീരുമാനിക്കുന്നത് ഇടതുപക്ഷക്കാരെ തന്നെയാണെന്ന്. അദ്ദേഹം രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസുമായി ബന്ധപ്പെട്ട ചർച്ചയിലായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഓർമ്മ. ഒരുപക്ഷെ ആ ഒരു ധൈര്യമൊക്കെ ആയിരിക്കും SFക്കാരെ മുന്നോട്ട് നയിക്കുന്നത് എന്ന് തോന്നുന്നു. ഒരു അഭിഭാഷകൻ എന്നുള്ള രീതിയിൽ താങ്കൾ അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു? സംസ്ഥാന ഗവർണർ എന്ന് പറയുന്നത് ഭരണഘടന അനുസരിച്ച് സംസ്ഥാനത്തെ പ്രഥമ പൗരനാണ്. അദ്ദേഹത്തെ ആർട്ടിക്കിൾ 155 അനുസരിച്ച് ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ് ഒരു സംസ്ഥാന ഗവർണറെ നിയമിക്കുന്നത്. ഭരണഘടന അനുസരിച്ച് സംസ്ഥാനം ഭരിക്കുന്നത് യഥാർത്ഥത്തിൽ ഗവർണറാണ്. ഗവർണർക്കുള്ള അതിനുള്ള അധികാര വിശേഷങ്ങൾ ഭരണഘടനയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ അഡ്വൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഹെഡഡ് ബൈ മുഖ്യമന്ത്രി നേതൃത്വം നൽകുന്ന ഒരു മന്ത്രിസഭ, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഉണ്ടാകും എന്നാണ് ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ളത്. ഇവിടുത്തെ വിഷയം ഇപ്പോ SFIയുടെ ബഹുമാനായ സുഹൃത്ത് സംസാരിക്കുമ്പോൾ പറഞ്ഞു, ഗവർണർ കാട്ടിയ ചില പ്രവർത്തികൾക്കെതിരെ ഞങ്ങൾ നടത്തുന്ന പ്രക്ഷോഭമാണ്. ഈ പ്രക്ഷോഭം ജനാധിപത്യത്തിന്റെ മാതൃകയിലുള്ളതാണ്. ഞങ്ങൾക്ക് അതിനുള്ള അധികാരമുണ്ട്. അതാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ബഹുമാനായ ജോർജ് സാറും അതിനു മുമ്പ് മിസ്റ്റർ പത്മകുമാറും 2-3 കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. തപ്പിനെ കുറിച്ച് സാന്ദർഭികമായി മിസ്റ്റർ
SFIയുടെ പ്രതിനിധിയായിട്ട് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന സാദിഖ് കോഴിക്കോട് സർവകലാശാലയിൽ അരങ്ങേറിയ ഗവർണർ എന്തോ വലിയൊരു പാതകം കാട്ടി എന്ന രീതിയിൽ സംസാരിച്ചു. കോഴിക്കോട് മുസ്ലിം ലീഗ് നേതാവിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ വന്ന ഗവർണർ നേരെ കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിൽ വന്ന് താമസിച്ചു. അതിന്റെ കാര്യം എന്തായിരുന്നു എന്നൊക്കെ ചോദിച്ചു. തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്കുള്ള യാത്രാമധ്യേ 3 സ്ഥലത്താണ് ആ അന്നത്തെ രാത്രിയിൽ ഗവർണറെ SFIക്കാർ തടഞ്ഞത്. ഒടുവിൽ അദ്ദേഹത്തിന്റെ കാറിന്റെ ചില്ലിൽ നേരിട്ട് വന്ന് അടിക്കുന്ന സംഭവം വരെ ഉണ്ടായി. അപ്പോഴാണ് അദ്ദേഹം കാർ നിർത്തി പുറത്തേക്ക് ഇറങ്ങുന്നത്. ശരിയാണ്, മറ്റുള്ളവരെ പോലെ ഒളിച്ചോടുന്ന പ്രകൃതക്കാരനല്ല ബഹുമാനായ കേരള ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ. കാരണം അദ്ദേഹം രാഷ്ട്രീയം പഠിച്ചതും വളർന്നതും ഒക്കെ ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശ് ഗുസ്തിക്കാരുടെ നാടാണ്. വലിയ ഗോതയിൽ പഠിച്ചു വളർന്ന അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരക്കാരെ നേരിടുകയോ അല്ലെങ്കിൽ ഇത്തരം പ്രതിസന്ധികളിൽ എങ്ങനെ പ്രതികരിക്കണമെന്ന് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹത്തിന്റെ ഗ്ലാസിൽ നേരിട്ട് വന്ന് അടിക്കുന്ന അവസ്ഥ ഉണ്ടായപ്പോഴാണ് അദ്ദേഹം കാറ് നിർത്തിയിട്ട് പ്രക്ഷോഭക്കാരെ വിളിക്കുന്നത്, വരൂ നമുക്ക് മുഖാമുഖം സംസാരിക്കാം. അതിനുശേഷം SFI പ്രഖ്യാപിച്ചു, കേരളത്തിലെ ഒരു ക്യാമ്പസുകളിലും ഗവർണറെ പ്രവേശിപ്പിക്കില്ല. നോക്കൂ, കേരളത്തില് ഇന്ത്യയിലെ തന്നെ ബഹുഭൂരിപക്ഷം സംസ്ഥാനങ്ങളിൽ യൂണിവേഴ്സിറ്റികളുടെ ചാൻസലർ എക്സ് ഒഫിഷ്യോ ആയി അതാത് സംസ്ഥാനങ്ങളിലെ ഗവർണറാണ്. ഇവിടെയും അങ്ങനെയാണ്. കേരളത്തിലെ യൂണിവേഴ്സിറ്റികളുടെ ഭരണം നിയന്ത്രിക്കും. കേരളത്തിലെ യൂണിവേഴ്സിറ്റി ജീവനക്കാരുടെ അപ്പോയിന്റ്മെന്റും സ്ഥലം മാറ്റവും അടക്കമുള്ള കാര്യങ്ങളിലെ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് ഒക്കെ ഗവർണറാണ്. അത്തരത്തിലൊരു ഗവർണറെ കുറിച്ചോട് പറയുകയാണ്, കേരളത്തിലെ ഒരു ക്യാമ്പസിലും ഗവർണറെ ഞങ്ങൾ പ്രവേശിപ്പിക്കില്ല. അദ്ദേഹം ആ വെല്ലുവിളി ഏറ്റെടുത്തു എന്നുള്ളതാണ് സത്യം. ആ വെല്ലുവിളിയുടെ മുമ്പിൽ പകച്ചു പോയപ്പോ, മറ്റൊന്നും ചെയ്യാനില്ലാത്തപ്പോ ഒരുതരം നിലവാരമില്ലാത്ത സമരത്തിലേക്ക് പോയി. എല്ലാവരും കണ്ടതാണ്. കോഴിക്കോട് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ റോഡിലധികം അടക്കം എഴുതി വെച്ച മുദ്രാവാക്യങ്ങൾ എന്തായിരുന്നു? ഒരു വിദ്യാർത്ഥി സംഘടന എങ്ങനെയാണോ പ്രതികരിക്കേണ്ടത് എന്ന് SFI ആലോചിക്കേണ്ടതാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം SFIയിൽ നിന്ന് ഇതിൽ കൂടുതൽ എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ട് കാര്യമുണ്ടോ എന്ന് തോന്നുന്നില്ല. മുമ്പൊരിക്കൽ ഈ സെൽഫ് ഫൈനാൻസിങ് കോളേജുകളെ സംബന്ധിക്കുന്ന ഒരു വിധിന്യായം പുറപ്പെടുവിച്ചതിന്റെ പേരിൽ കേരളത്തിലെ ചീഫ് ജസ്റ്റിസിനെ പ്രതീകാത്മകമായി നാട് കടത്തുന്നു എന്ന് പറഞ്ഞ് സമരം ചെയ്ത ആൾക്കാരാണ്. ജയകൃഷ്ണൻ മാസ്റ്ററുടെ വധക്കേസിൽ വിധിന്യായം പുറപ്പെടുവിച്ച ജഡ്ജിയുടെ വീടിന് നേരെ കല്ലെറിഞ്ഞ ചരിത്രമുള്ളവരാണ്. അപ്പം ആൾക്കാരെ കൂടെ നിർത്താൻ ശ്രമിക്കുക, അവർ കൂടെ നിൽക്കുന്നില്ലെങ്കിൽ അവരെ സ്വാധീനിക്കാൻ ശ്രമിക്കുക, അതല്ലെങ്കിൽ മൂന്നാമത്തെ ഘട്ടത്തിൽ അവരെ ഭയപ്പെടുത്തി കൂടെ നിർത്താനും നിശബ്ദരാക്കാനും ശ്രമിക്കുക എന്ന് പറയുന്ന ഒരു തന്ത്രമാണ് ഇവിടെ SFIയും അവർക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്ന അവരുടെ മാതൃസംഘടനയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ആര് ചെയ്താലും, ഇപ്പൊ ചെയ്യുന്നത് SFI ആണ്, നാളെ മറ്റേതെങ്കിലും ഒരു സംഘടന ചെയ്തുകൊണ്ടേ, ആര് ചെയ്താലും ഭരണഘടനാപരമായ കാര്യങ്ങൾ നിർവഹിക്കുന്ന ഭരണഘടനാ തലവനോട് ഇത്തരത്തിലുള്ള പൊതുനിരത്തിൽ ഇത്തരത്തിലുള്ള പെരുമാറ്റങ്ങൾ നടത്തുന്നത് ശരിയല്ല. എന്തുകൊണ്ടാണ് ഗവർണർക്ക് ഇന്ന് നിലമേൽ നേരത്തെ പറഞ്ഞതുപോലെ വഴിയോര സമരം അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞല്ലോ, എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ പെരുമാറേണ്ടി വന്നത്? ഇപ്പൊ ജോർജ് സാർ പറയുകയുണ്ടായി, ഒരു ഗവർണർ സഞ്ചരിക്കുന്ന സമയത്ത് സംസ്ഥാനത്തിന്റെ ഒന്നാമത്തെ പൗരൻ ഭരണഘടന അനുസരിച്ച് മൂന്നാം സ്ഥാനത്ത് വരുന്ന ഏറ്റവും പ്രഥമ പൗരൻ എന്ന് പറയാവുന്ന ഗവർണർ സഞ്ചരിക്കുന്ന സമയത്ത് വേണ്ട സുരക്ഷ ഒരുക്കുവാൻ കേരള പോലീസിന് കഴിയുന്നില്ല. നേരത്തെ സൂചിപ്പിച്ചല്ലോ, ബഹുമാന്യായ മുഖ്യമന്ത്രി നവകേരള യാത്ര നടത്തിയ സമയത്ത്, നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് യാത്ര നടത്തിയ സമയത്ത് കറുത്ത വസ്ത്രം ധരിച്ച്, എന്തിന് കറുത്ത റിബൺ തലയിൽ കെട്ടി പോലും പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കാൻ കേരളത്തിലെ പോലീസിന് കഴിഞ്ഞുവെങ്കിൽ ഗവർണർ സഞ്ചരിക്കുന്ന വഴിയിൽ ഗവർണർക്കെതിരെ പ്രതിഷേധമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള ഇന്റലിജൻസ് ബ്യൂറോ ഇല്ലാത്തതാണോ കേരളത്തിലെ പോലീസ്? അല്ലല്ലോ. പോലീസ് സത്യത്തിൽ ഇത്തരക്കാർക്ക് സമരം ചെയ്യാൻ വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് തന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ ആരുമില്ലാത്തൊരു സാഹചര്യത്തിൽ, നിയമാനുസരണം തനിക്ക് ലഭിക്കേണ്ടുന്ന പരിരക്ഷ ലഭിക്കുവാനുള്ള സാഹചര്യമില്ല എന്ന് കാണുന്ന സമയത്ത് ഒറ്റയാൾ പോരാട്ടം നടത്താനുള്ള കഴിവുള്ള വ്യക്തിയാണ് കേരള ഗവർണർ എന്ന് അദ്ദേഹം തെളിയിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹം കസേരയിട്ട് അവിടെ ഇരുന്നിട്ട് പറഞ്ഞത്, FIR എടുക്കൂ, ഞാൻ FIR കോപ്പി കിട്ടാതെ ഇവിടുന്ന് പോകില്ല എന്ന്. കാരണം അദ്ദേഹം അല്ലാതെ അവിടുന്ന് പോയിരുന്നെങ്കിൽ ആ FIR രജിസ്റ്റർ ചെയ്യപ്പെടുമായിരുന്നില്ല എന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമാണ്. പോലീസ് സ്ഥലത്ത് നിന്ന് അറസ്റ്റ് ചെയ്ത ആൾക്കാരെ നേതാക്കന്മാർ പോയി പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോകുമെന്നുള്ളത് തർക്കമില്ലാത്ത കാര്യം. അതുകൊണ്ട് മാത്രമാണ് ചടയമംഗലം പോലീസ് 118/2024 നമ്പർ കേസായി FIR രജിസ്റ്റർ ചെയ്യുവാനും
353 അടക്കമുള്ള വകുപ്പുകളിട്ട് FIR രജിസ്റ്റർ ചെയ്ത് അറസ്റ്റ് ചെയ്യപ്പെട്ട ആൾക്കാരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്ത് ജയിലിലേക്ക് പോകാനിടയായത്. ഇവിടെ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഗവർണർ നേരത്തെ സൂചിപ്പിച്ചു, ഗവർണർ ചാൻസലർ എന്ന നിലയിൽ അദ്ദേഹത്തിൽ നിക്ഷിപ്തമായ അധികാരങ്ങളാണ് കൈയാളിയിട്ടുള്ളത്. മുൻകാലങ്ങളിലൊക്കെ തന്നെ ഇപ്പൊ ഈ പറഞ്ഞല്ലോ, എവിടെയും തിരഞ്ഞെടുക്കപ്പെടാത്ത ചില വിദ്യാർത്ഥി സംഘടനകൾ ABVPയുടെ പേരൊക്കെ പരാമർശിച്ചു. വിദ്യാർത്ഥി സംഘടനകളുടെ പ്രവർത്തകരെ കുത്തിക്കയറ്റാൻ ശ്രമിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, കേരളത്തില് വൈസ് ചാൻസലർമാരായി അപ്പോയിന്റ്മെന്റ് നടന്നവരെ സംബന്ധിച്ച് ഈ അടുത്ത കാലത്തുണ്ടായ വിവാദങ്ങളും കോടതി നടപടിക്രമങ്ങളും ഒക്കെ നമുക്കറിയാലോ. അർഹതയുള്ളവരെയാണോ വൈസ് ചാൻസലർമാരാക്കിയത്? കോഴിക്കോട് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ VCയെ പുനർനിയമനം നടത്തിയതിന്റെ പേരിൽ അവസാനം സുപ്രീം കോടതി വിധിന്യായം എന്തായിരുന്നു? അങ്ങനെയാണെങ്കിൽ അർഹതയില്ലാത്ത ഇത്തരപ്പെട്ട ആൾക്കാരെ നിയമിച്ച സമയത്ത് SFI എന്ന് പറയുന്ന ഈ സംഘടന അവർക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ വലിയ താല്പര്യമോ ബോധമോ ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ട് അതിനെതിരെ പ്രതികരിച്ചില്ല? അപ്പൊ കാര്യങ്ങൾ സെലക്റ്റീവായി മാത്രം കാണുകയും എല്ലാ കാലത്തും കേരളത്തിലെ ചാൻസലർമാർ യൂണിവേഴ്സിറ്റികളിലെ സെനറ്റിലേക്ക് അവരുടെ വിവേചനാധികാരം ഉപയോഗിച്ച് ആൾക്കാരെ നിയമിച്ചിട്ടുണ്ട്, അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അന്നൊന്നുമില്ലാത്തൊരു പ്രക്ഷേപം ഇപ്പൊ വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അസഹിഷ്ണുതയുടെ പ്രതിഫലനമാണ്. ഞങ്ങൾ ഇതിനപ്പുറത്തേക്കൊന്നും അനുവദിക്കില്ല എന്ന ഈ അസഹിഷ്ണുതാ മനോഭാവം അവസാനിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകനായിരുന്ന ആളാണ്. ഒരു കാലത്ത് കേരളത്തിലെ മുഴുവൻ കലാലയങ്ങളിലും വിദ്യാർത്ഥി സംഘടനകൾ സജീവമായി പ്രവർത്തിച്ചു. അന്ന് വിദ്യാർത്ഥി സംഘടനകൾ ആ സംഘടനകൾക്കുണ്ടായിരുന്ന അവകാശങ്ങളെ അനാവശ്യമായി ഉപയോഗിച്ചതിന്റെ പേരിൽ, ദുരുപയോഗം ചെയ്തതിന്റെ പേരിലാണ് ബഹുഭൂരിപക്ഷം വരുന്ന കേരളത്തിലെ ക്യാമ്പസുകളിൽ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം കോടതി മുഖാന്തരം നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഓരോരുത്തർക്കും, വ്യക്തിയായാലും സംഘടനയായാലും, അവർക്കുള്ള അവകാശങ്ങളെ വിവേചനത്തോടു കൂടി ഉപയോഗിക്കാൻ കഴിയണം. അത് ദുരുപയോഗം ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. കേരള ഗവർണർ എടുത്ത നടപടി, ആ നിയമനം തെറ്റാണ് എന്ന് കണ്ടാൽ, ഇപ്പോ കേരള ഹൈക്കോടതിയിൽ ഹർജിയുണ്ട്. 3 സെനറ്റ് അംഗങ്ങളുടെ നിയമനത്തെ സംബന്ധിച്ച ഹർജിയിൽ അവരുടെ നിയമനം ഹൈക്കോടതി താൽക്കാലികമായി സ്റ്റേ ചെയ്തിട്ടുണ്ട്. കേസ് നടന്നു വരികയാണ്. അത്തരത്തിലുള്ള നിയമപരമായ ഓപ്ഷൻസ് നിലനിൽക്കെ ഗവർണറെ തെരുവിൽ തടയുവാനും അദ്ദേഹത്തെ പരസ്യമായി ആക്ഷേപിക്കുവാനും, ഇപ്പൊ അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കും. അദ്ദേഹം പറഞ്ഞു, നിയമസഭയിൽ ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ അവസാന പാരഗ്രാഫ് മാത്രം വെച്ചു. ഇത് ആദ്യമൊന്നുമല്ല, മുൻകാലങ്ങളിലും ഗവർണർമാർ ഇത് ചെയ്തിട്ടുണ്ട്. നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ ആദ്യത്തെ പാരഗ്രാഫും അവസാനത്തെ വരിയും വായിച്ചിട്ടുള്ള ചരിത്രങ്ങൾ കേരള നിയമസഭയിൽ തന്നെ ഉണ്ട്. കേരള നിയമസഭയുടെ ചരിത്രം പരിശോധിച്ചാൽ മതി. സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ പ്രതിഷേധങ്ങൾ പ്രകടിപ്പിക്കേണ്ട ചില സ്ഥലങ്ങൾ അദ്ദേഹം പ്രകടിപ്പിക്കേണ്ടി വരുന്നു. അദ്ദേഹം നിസ്സഹായനാണ്, അദ്ദേഹം ഏകനാണ്. അദ്ദേഹത്തെ സഹായിക്കേണ്ടവർ, അദ്ദേഹത്തിന് സംരക്ഷണം കൊടുക്കേണ്ടവർ അദ്ദേഹത്തെ സംരക്ഷിക്കുന്നില്ല എന്ന് കാണുമ്പോൾ ഒറ്റയാൾ പോരാട്ടത്തിലൂടെ ഒരു വലിയ കൂട്ടത്തെ നേരിടുകയാണ് അദ്ദേഹം. അതിന് അദ്ദേഹത്തെ പഴി പറഞ്ഞിട്ട് കാര്യമില്ല. അദ്ദേഹം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ഒരു വലിയ ഗോതയിൽ പഠിച്ചു വളർന്നു വന്ന ആളായതുകൊണ്ട് അദ്ദേഹത്തിന് അത്ര പെട്ടെന്ന് തളർത്താൻ കഴിയില്ല എന്നറിയാവുന്നത് കൊണ്ടാണ് അദ്ദേഹത്തെ ഇത്തരത്തിൽ പ്രായാധിക്യം കൊണ്ടാണ്, ആരോഗ്യ പ്രശ്നം കൊണ്ടാണ്, മറ്റു പ്രശ്നങ്ങൾ കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്നത്. അതൊരിക്കലും ഒരു ജനാധിപത്യ സമൂഹത്തിൽ ചേരുന്നതല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മറ്റു പലരെ കുറിച്ചും പറയുന്നതൊക്കെ ശരിയാണെന്ന് സമ്മതിക്കേണ്ടി വരും.